First of all, നാട്ടിൽ I couldn't qualify for my NEET UG due to some reasons. 2020 കോവിഡ് കാരണം നമ്മൾ ട്രാൻസ്ഫർ എടുത്ത് ജോർജിയയിലോട്ട് പോയതാണ്. നമ്മളായിരുന്നു ഫസ്റ്റ് ബാച്ച് കൗക്കാസ് യൂണിവേഴ്സിറ്റി ജോർജിയയിൽ. Hello everyone, welcome to Stico International. Shiva this side. I will be your host for the day. So നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2026 ആദ്യത്തെ FMC എക്സാമിനേഷന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് and we are having a lot of stories to share and so we have with us Dr. Mohammed Shamal who have qualified his FMC examination and congratulations doctor. Thank you, sir. യെസ്. എങ്ങനെയാണ് ഇപ്പം ഇന്നലെയാണ് ലൈക്ക് ലാസ്റ്റ് ലൈക്ക് മെനിഞ്ഞാന്ന് നൈറ്റ് ആണ് റിസൾട്ട് വന്നത്. അപ്പൊ തന്നെ ചെക്ക് ചെയ്തായിരുന്നോ ഇത് പാസ്സായി അറിഞ്ഞപ്പോൾ ഉള്ള ഒരു ഫീലിങ്സ് എന്തായിരുന്നു? പാസ്സായി അറിഞ്ഞപ്പോൾ തന്നെ ചെക്ക് ചെയ്തു. എല്ലാ ദിവസവും വെയിറ്റിംഗ്. ലൈക്ക് വി നോ ദാറ്റ് യൂഷ്വലി ദി റിസൾട്ട് കംസ് ബൈ 6 to 7 PM യൂഷ്വലി. സോ എല്ലാ ദിവസവും എക്സാം കഴിഞ്ഞിട്ട് 1 week കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ ദിവസവും 6-7 PM ആവുമ്പോൾ ഇപ്പൊ നോക്കലുണ്ടായിരുന്നു റിസൾട്ട്. അപ്പൊ വന്നപ്പോ തന്നെ ആ മൂമെന്റ് എനിക്കറിഞ്ഞോ. ഇറ്റ് വാസ് സോ ഹാപ്പി. It is the first time that we are getting a license exam, so we are being accredited to according to a government of India. So it is a very, it's a very happy moment. It was very nice. ആ മൊമെന്റ് ഇനിയിപ്പോ വേറെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ കാരണം ഇറ്റ് വാസ് വെരി നൈസ് ആക്ച്വലി. സോ ഇപ്പം വാട്ട് ഐ ആം ലുക്കിംഗ് ഓവർ ഹിയർ ഇസ് അപ്പൊ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനീഷ്യൽ ജേർണി ദാറ്റ് ഈസ് MBBS അബ്രോഡ്. ഇന്ത്യയിൽ പഠിക്കാതെ ഇന്ത്യക്ക് പുറത്ത് പോയി MBBS പഠിക്കാൻ തീരുമാനിച്ചതാണ്. അപ്പൊ അങ്ങനെ ഡിസിഷൻ എടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? കാരണം ഇൻ ദ സെൻസ്, ഫസ്റ്റ് ഓഫ് ഓൾ നാട്ടിൽ I couldn't qualify for my NEET UG due to some reasons. So പുറത്തോട്ട് നോക്കിയപ്പം I found SECO as a very good option. And administration ആയിക്കോട്ടെ, എസ്പെഷ്യലി ജസീക ആൻഡ് ഖാദർ വെരി ഹെൽപ്ഫുൾ ഫ്രോം ദി സ്റ്റാർട്ട് ഇറ്റ് സെൽഫ്. സോ ഫസ്റ്റ് ടൈം ചൈനയിലായിരുന്നു, 1 year ഓൾമോസ്റ്റ് ചൈനയിൽ ഉണ്ടായിരുന്നു. പിന്നെ 2020 കോവിഡ് കാരണം നമ്മൾ ട്രാൻസ്ഫർ എടുത്ത് ജോർജിയയിലോട്ട് പോയതാണ്. ബട്ട് ജോർജിയ വാസ് എ വെരി ഗുഡ് ഓപ്ഷൻ. സീക്കോ at the start, SECO, we trusted SECO with their option of in Georgia of the Caucasus University. നമ്മളായിരുന്നു ഫസ്റ്റ് ബാച്ച് for the Caucasus University ജോർജിയയിൽ. It was a very good option. SECO did a very good job for us and they had very good guidance and they were throughout the journey with us, like all the 6-7 years. And Georgia വെച്ച് നോക്കുമ്പം ചൈന വെച്ച് നോക്കുമ്പോൾ I think Georgia has more quality education. പിന്നെ English language is more good in Georgia than the teachers compared to China. It's not that bad, but China is not bad, but I'm telling the language and the communication കാര്യങ്ങളൊക്കെ ജോർജിയയിലാണ് കുറച്ചുകൂടി better. So education wise I think Georgia is like comparatively better to China. I feel so. And the college was very good. We had good academics in Georgia through the 4-5 years that I've been in Georgia. And SECO has been there with us. And this journey was very amazing because നമ്മൾക്ക് എല്ലാവരുടെയും ഒരു ഡ്രീം ആയിരിക്കും എന്തെങ്കിലും ഡോക്ടർ ആവണം എന്ന്. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് പുറത്തൊക്കെ പോയിട്ട് എല്ലാവരും പഠിക്കുന്നത്. മെനി ചലഞ്ചസ് അബ്രോഡ് പോകും. എന്നിട്ട് നമ്മൾ we did our best and alhamdulillah with God's grace we could clear the exam also. So that is great. SECO has been a support throughout the journey with us. സോ ഇപ്പം ഇതിൽ നമ്മളിപ്പോ സംസാരിച്ചതിൽ ചലഞ്ചസ് നോക്കുമ്പോഴത്തേക്കും വൺ ഓഫ് ദി മേജർ ചലഞ്ച് വുഡ് ബി ദി യൂണിവേഴ്സിറ്റി ചേഞ്ച്. നമ്മള് ചൈനയിൽ നിന്നും ഇങ്ങോട്ട് വരേണ്ടി വരുന്നത് കോവിഡ് പാൻഡമിക് ആണ്. ഈ കോവിഡ് പാൻഡമിക് നമ്മൾ മാറ്റി വെക്കുവാണെങ്കിൽ ഇനി ഒരു MBBS അബ്രോഡ് ജേർണിയിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയ ആ ഒരു പാർട്ട് എന്തായിരുന്നു? ചലഞ്ചിങ് ഇൻ ദ സെൻസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വീട് മാറി വിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എക്സ്പെൻസസ്, ജോർജിയ വാസ് എക്സ്പെൻസ് നമ്മൾ മാനേജ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. വി ഹാവ് എ മന്ത്ലി എക്സ്പെൻസ്. ഇപ്പൊ വീട്ടിൽ നിന്ന് ഒരു മന്ത്ലി എക്സ്പെൻസ് ആയിരിക്കും, നമ്മളത് കറക്റ്റ് 1 monthലേക്ക് നമ്മൾ മാനേജ് ചെയ്യണം. പിന്നെ ഫുഡ് ഓവർ ദെയർ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴാണ് കുറച്ചുകൂടി ഫുഡിന് കുറെ ഓപ്ഷൻസ് ഒക്കെ. ഫസ്റ്റ് നമ്മൾ പോയ ടൈമിൽ ഫുഡ് ഓപ്ഷൻസ് വെരി ലെസ്. സോ ഇത് കോപ്പ് അങ്ങോട്ട് സമയം എടുത്ത്. പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് റെഡിയാക്കണം, സ്റ്റേയിങ് ഓൾ ദോസ് സ്റ്റെപ്സ്, അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ലൈക് ചലഞ്ചസ്. പിന്നെ ബേസിക്കലി അതൊക്കെ തന്നെയാണ്. പഠിപ്പിന്റെ എഡ്യൂക്കേഷൻ പാർട്ട് വാസ് വെരി ഗുഡ്, ലൈക് പ്രൊവൈഡ് ബൈ ദി യൂണിവേഴ്സിറ്റി. കമ്മിങ് ടു യുവർ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു FMC ജേർണി ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ അല്ലെങ്കിൽ എത്ര അറ്റംപ്റ്റ് എടുത്തായിരുന്നു FMCയിൽ? അത് ഓവറോൾ എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തത്? ഞാൻ എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ 25 ജൂലൈയിലാണ് പാസ് ഔട്ട് ആയത് കൗക്കാസ് യൂണിവേഴ്സിറ്റിയിൽ. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ August 1 നാട്ടിലെത്തി. അപ്പൊ അന്ന് തൊട്ടിട്ട് ഞാൻ ഓൺലൈൻ എടുത്തത്, എറൈസിന്റെ ഓൺലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോം എടുത്തത്. അപ്പോൾ അന്ന് തൊട്ടിട്ട് ഐ സ്റ്റാർട്ടഡ് മൈ പ്രിപ്പറേഷൻ. സോ എറൈസ് വാസ് വെരി ഗുഡ്. ദ ക്ലാസ്സസ് ആർ വെരി ഗുഡ് ഇൻ എറൈസ്. ഞാൻ ഫുൾ എറൈസ് ആയിരുന്നു. ലൈക്ക് ഐ ഡിഡ്ന്റ് ഹാവ് എനി സെക്കൻഡ് ഓപ്ഷൻ ഓർ സെക്കൻഡ് പ്ലാറ്റ്ഫോം ഞാൻ എടുത്തിട്ടില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ ബാങ്ക്സിന് മാത്രം വേറെ പ്ലാറ്റ്ഫോം റെഫർ ചെയ്യുന്നല്ലാണ്ട് ദി തിയറി പാർട്ട് ആൻഡ് ദി ക്ലാസ്സസ് പാർട്ട് ബേസിക്കലി ഫുൾ എറൈസ്.
The classes are wonderful. Arise madi for FMG to get a very good score. Arise is more than enough. Very concepts is very good. Conceptual teaching ആണ് ഇപ്പൊ വേണ്ടത്. ബിക്കോസ് ഈ റാപ്പിഡ് റിവിഷൻ മറ്റേ ചെറിയ ഷോർട്ട് സ്പാൻസ് വീഡിയോസ് എന്നൊക്കെ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാം ട്രാക്കിൽ വെരി ഡിഫിക്കൽട്ട് ആണ്. ഇപ്പൊ ഒരു ഫുള്ളി കൺസെപ്ച്വൽ ഇന്റഗ്രേറ്റഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു ചോദിക്കുന്നത്. സോ നമുക്ക് അങ്ങനത്തെ ഷോർട്ട് കട്ട് പരിപാടിയൊന്നും ഇനി നടക്കൂല. അപ്പം കൺസെപ്റ്റ്സ് ബേസ്ഡ് ആകുമ്പോൾ റൈസ് ആ ഒരു എന്താ പറയാ പോയിന്റ് ഓഫ് വ്യൂവിലാണ് അവർ പഠിപ്പിക്കുന്നത് മൊത്തത്തില്. സോ ദർ പോയിന്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ഓൺ ബേസ്ഡ് ഓൺ കൺസെപ്റ്റ്. സോ ദാറ്റ് ഹെൽപ് us a lot. പിന്നെ മിനി ഓഫ് പ്രിയൻ സർ ഉണ്ടായി, പിന്നെ ENT രാജീവ് ധവാൻ സർ, ഗായത്രി മാം ഒബ്സ്ട്രിക്സ് ഉണ്ട്. സോ വെരി ഹെൽപ്ഫുൾ ആയിരുന്നു. ദേ മോട്ടിവേറ്റ് us a lot. സോ നദീം സർ എസ്പെഷ്യലി അവരൊക്കെ മോട്ടിവേഷൻ took us a lot. പിന്നെ ലാസ്റ്റ് ഡേ വന്നിട്ട് ജസ്റ്റ് പ്രീവിയസ് ഡേ എക്സാമിന്റെ പ്രീവിയസ് ഡേ വന്നിട്ട് ചെറിയൊരു ട്രാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു. സോ അതിൽ പ്രിയൻ സാറിന്റെ വേർഡ്സ് ഒക്കെ വെരി ആ സമയത്ത് നമുക്ക് ഒരു സാറിന്റെ അടുത്ത് ഒരു ഹാർട്ട് ടച്ചിങ് വേർഡ്സ് ഒക്കെ കിട്ടും. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീയിങ് എ ഡോക്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അൾട്ടിമേറ്റ് ഡ്രീം. പലരുടെയും വർഷങ്ങളായിട്ടുള്ള സ്വപ്നമായിരിക്കും. ഇപ്പൊ ഡോക്ടറും അങ്ങനെ ആയിരിക്കും, പോയതും പഠിച്ചതും എക്സാം ക്വാളിഫൈ ആയതും ഒക്കെ. സോ ദർ വിൽ ബി മോർ ആസ്പയറിംഗ് ഡോക്ടേഴ്സ് ഔട്ട് ദർ, അല്ലെങ്കിൽ ഡോക്ടർ ആവണോ എന്ന് ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ടാവും. ഇന്ന് ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ അവരെടുത്ത് ബീയിങ് ആൻ ഇന്റർനാഷണൽ ഡോക്ടർ, സോ എല്ലാവർക്കും നീറ്റ് ക്വാളിഫൈ ആവണമെന്നില്ല. കാരണം അത്രമാത്രം കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാമിനേഷൻ ആണ്. സോ ബി ഇറ്റ് സ്റ്റഡി അബ്രോഡ് ഓർ ബിക്കമിങ് എ ഡോക്ടർ അൾട്ടിമേറ്റ്ലി. സോ അവരടുത്ത് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ പൊതുവെ കണ്ടൊരു സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ കുറെ കൊല്ലങ്ങളായിട്ടുണ്ട്. ലൈക്ക് ഇന്ത്യൻ ഡോക്ടേഴ്സ്, FMG ഡോക്ടേഴ്സ് ഒരു വേർതിരിവ്. പക്ഷെ അത് ഐ ഡോണ്ട് തിങ്ക് ആക്ച്വലി അങ്ങനത്തെ ഒരു വേർതിരിവ് വെക്കേണ്ട ആവശ്യമില്ല. സ്റ്റിഗ്മറ്റൈസ്ഡ് ആണ് അത്. ഇത് പുറത്തു പോയിട്ട് നമുക്ക് തന്നെ പേഴ്സണലി തോന്നുകയാണ്, നാട്ടിലത്തെ ആൾക്കാർ പറയുന്നതിനെക്കാട്ടി നമ്മൾ FMG പുറത്തു പോകുമ്പോൾ നമുക്ക് തന്നെ നമ്മളൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തതിന്റെ കുറവാണ്. ആക്ച്വലി തിയറി എല്ലായിടത്തും ഒന്നാണ്. നമ്മൾ ഇവിടെ പഠിക്കുന്നതിലും പുറത്ത് പഠിക്കുന്ന എവറിത്തിങ് ഇസ് സെയിം. At the end of the day, when you clear an FMG exam, when you start practicing in India, obviously everyone is same. എല്ലാവരും സെയിം ആണ്. അപ്പം നാട്ടിൽ നമ്മൾ വർക്ക് ചെയ്ത് ഇന്റേൺഷിപ്പ് ചെയ്ത് നമ്മൾ കാണുന്ന കേസസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. അവർ കാണുന്നതിനും നമ്മൾ കാണുന്നത് വി ഡു ദ സെയിം തിങ്. സോ അങ്ങനത്തെ ഒരു കാര്യം നമ്മളെ മൈൻഡിൽ ഒരിക്കലും കടന്നു പോകാൻ പാടില്ല. ആൻഡ് ഇഫ് യു ഹാവ് വെരി ഇൻട്രസ്റ്റ്, നമുക്ക് MBBS പഠിക്കണം എന്ന് അല്ലെങ്കിൽ ഉള്ളിൽ ആ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ, യു ഷുഡ് ഗോ ഫോർ ഇറ്റ്. വിത്ത് ഇന്ത്യ ഓർ വിത്ത് അബ്രോഡ്. അതുകൊണ്ട് പറ്റുന്നത് മാക്സിമം യു ഷുഡ് ഡു ഇറ്റ്. ഇറ്റ്സ് നോട്ട് എൻ ഈസി പാത്ത്. ഓഫ് കോഴ്സ് ഇറ്റ്സ് നോട്ട് എൻ ഈസി പാത്ത്. ഇറ്റ് ഇസ് എ വെരി ലോങ് ജേർണി. നമ്മൾ സാധാ കോഴ്സ് പോലെ ഒരു 3 കൊല്ലം 4 കൊല്ലം കൊണ്ട് തീർന്നിട്ട് അടുത്ത ദിവസം ജോലി കയറാൻ പറ്റും. ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ കയറാൻ പാടും. ബട്ട് ഇഫ് യു ഹാവ് ദാറ്റ് ഡ്രീം, ഇഫ് യു ഹാവ് ദാറ്റ് തിങ് ഇൻസൈഡ് യുവർ മൈൻഡ്, ഇറ്റ് വിൽ ടേക്ക് ഒബ്വിയസ്ലി 6 to 7 years to complete യുവർ കോഴ്സ് ഇറ്റ്സെൽഫ്. 6 years. പിന്നെ FMG കോച്ചിങ്, ഇന്റേൺഷിപ്പ്, ഇറ്റ് വിൽ ടേക്ക് ഫ്യൂ ഇയേഴ്സ്. ബട്ട് ഇഫ് യു ഹാവ് ദ തിങ് ഇൻസൈഡ് യു, യു ഷുഡ് ഗോ ഫോർ ഇറ്റ്. ഒരിക്കലും ഒരു സാധനം അതിന് തടസ്സം ഉണ്ടാവാൻ പാടില്ല. അന്നെടുത്ത തീരുമാനം, പുറത്ത് പോയി പഠിക്കാനുള്ള തീരുമാനം, അത് തെറ്റായി പോയില്ല എന്ന് ഒരിക്കലും തോന്നുന്നില്ല. പ്രൗഡ് ഓഫ് ഇറ്റ്. ബിക്കോസ് എന്റെ ഒരു ആഗ്രഹമായിരുന്നു, എന്റെ ഒരു ഡ്രീം ആയിരുന്നു എനിക്ക് ഡോക്ടർ. എനിവേസ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫോർ എ ഡോക്ടർ the learning never stops. It's just beginning right now. ഇനിയും ഒരുപാട് സ്റ്റെപ്സ് നമുക്ക് ബാക്കിയുണ്ട്. ഇനിയാണ് മേജർ സ്റ്റെപ്സ് നമുക്ക് ബാലൻസ് കിടക്കുന്നത്. എല്ലാം സർവേശ്വരന്റെ കൃപയോടെ നന്നായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. I wish all the very best for your career. We hope to see you soon. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും മീറ്റ് ചെയ്യാം ഡോക്ടർ. Really listening to you. Your feedback is really valuable. Thank you so much. Thanks a lot.